കപ്പലിൽ എനിക്ക് എന്താ ജോലിയെന്നും എങ്ങനെയാണ് എന്റെ ജോലികളെന്നും കുറെ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ബാ, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നാവിഗേഷണൽ ഡെക്ക്. ഈ ഡോറ് തുറന്ന് നമ്മൾ കയറി ചെല്ലുന്നതാണ് ഷിപ്പിന്റെ വീൽ ഹൗസ് അല്ലെങ്കിൽ നാവിഗേഷണൽ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന സ്ഥലം. ഇവിടെയാണ് ഞങ്ങൾ ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നതും ഷിപ്പ് ഓടിക്കുന്നതും ഒക്കെ. ഇവിടെ ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ ഒരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ്. അക്കോമഡേഷനിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലമാണ് നാവിഗേഷണൽ ബ്രിഡ്ജ്. ഇത് ടെലിഗ്രാഫ്. ഷിപ്പിന്റെ എഞ്ചിൻ സ്പീഡ് ഇതിലാണ് കൺട്രോൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ബ്രേക്ക് ഇല്ലാത്ത നമ്മുടെ കപ്പലിന്റെ സ്പീഡ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിലാണ്. ഇതാണ് ഷിപ്പിന്റെ ഹാൻഡ് സ്റ്റിയറിംഗ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് 24 മണിക്കൂറും ഷിപ്പ് സ്റ്റിയറിംഗ് ചെയ്തിട്ടാണോ ഓടിക്കുന്നത് എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. അത്യാവശ്യ സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഹാൻഡ് സ്റ്റിയറിംഗ് ഉപയോഗിക്കുക. അല്ലാത്തപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഓട്ടോ പൈലറ്റിലിട്ടായിരിക്കും ഷിപ്പ് ഓടിക്കുക. ഇപ്പൊ കാണിച്ച ഈ രണ്ട് രീതിയും വർക്ക് ആയില്ലെങ്കിൽ ഷിപ്പിന്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ചെറിയ ലിവർ ഉപയോഗിച്ച് NFU മോഡിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് എഗ്ഡിസ്. മനസ്സിലാവാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഗൂഗിൾ മാപ്പ്. നമ്മുടെ ചാർട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരും, പോണ്ട ഡയറക്ഷനും ഒക്കെ. ഇത് റഡാർ. ശരിക്കും ഇതൊരു സ്കാനറാണ്. ചുറ്റിനുമുള്ള ഷിപ്പുകളും ബോട്ടുകൾ കപ്പലുകൾ ഇതെല്ലാം സ്കാൻ ചെയ്തിട്ട് ഈ സ്ക്രീനിൽ നമ്മളെ കാണിച്ചു തരും. ഇങ്ങനെ ഒരുപാടധികം എക്യുപ്മെന്റ്സുകളും കാണാൻ ഒരുപാടധികം കാഴ്ചകളുമുള്ള കപ്പലിലെ നാവിഗേഷണൽ ബ്രിഡ്ജിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.